കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് CPM ആയാലും CPI ആയാലും ഇനി മറ്റേത് പാർട്ടി ആയാലും മാവോയിസ്റ്റ് ആയാലും നക്സൽ ബാരി കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ വിശ്വസിക്കുന്ന വിപ്ലവ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് വാക്ക് അവരുടെ ദൗർബല്യമാണ്. ഇപ്പോൾ ദൈവം, ഈശ്വരൻ, വിഗ്രഹം എന്നൊക്കെ പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചൊരു ദൗർബല്യമായി നിൽക്കും പോലെ രണ്ട് പദങ്ങൾ അവർക്ക് വലിയ ദൗർബല്യമാണ്. ഒന്ന് വിപ്ലവം, മാറ്റം എന്നുള്ള അർത്ഥമേ ഉള്ളൂ, പക്ഷേ എങ്കിൽ വിപ്ലവം എന്ന് കേട്ടാൽ അവർക്ക് ചോര തിളയ്ക്കും. അതിനേക്കാൾ ആവേശത്തിൽ ചോര തിളയ്ക്കുന്നതാണ് അപരന്റെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം ജീവിതം കളഞ്ഞു കുളിക്കുന്ന രക്തസാക്ഷി. രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ അവർ അമരന്മാർ, വീരന്മാരെന്നുള്ള വലിയ സ്വന്തം ജീവിതത്തെക്കാൾ വില കൊടുക്കുന്നതാണ് രക്തസാക്ഷികൾ. അങ്ങനെ കണ്ണൂരിലെ പയ്യന്നൂരിലെ രക്തസാക്ഷികൾക്ക് വേണ്ടിയിട്ടുള്ള മണ്ഡപവും സ്മൃതി മണ്ഡപവും പഠന കേന്ദ്രവും കുറേ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണപ്പിരിവിൽ ഗുരുതരമായ ആരോപണമാണ് അവിടുത്തെ MLA മധുസൂദനെതിരെ വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം പുറത്തുവിട്ടിരിക്കുന്നത്. അത് വലിയൊരു ഭൂതത്തെയാണ് അദ്ദേഹം തുറന്നുവിട്ടിരിക്കുന്നത്. കണ്ണൂർ പാർട്ടിയെ മാത്രമല്ല, കേരളത്തിലെ പാർട്ടിയാകെ പിടിച്ചുലയ്ക്കുന്ന വലിയൊരു ഭൂതത്തെയാണ്. അടുത്തൊരു TP ചന്ദ്രശേഖരനാകുമോ ഈ കുഞ്ഞികൃഷ്ണൻ എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ കുഞ്ഞികൃഷ്ണൻ ഒരു കാര്യം പറയുന്നു. അദ്ദേഹം ആദ്യമായിട്ടാണ് ഇന്നലെ ഏഷ്യാനെറ്റ് വിനുവുമായി മനസ്സ് തുറന്നത്. എത്രയോ കാലങ്ങളായി എത്രയോ ചാനലുകൾ അദ്ദേഹത്തിന്റെ പുറകെ നടന്നിട്ടും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ആ കാലത്തൊക്കെ അദ്ദേഹം പാർട്ടിക്കകത്ത് കത്ത് കൊടുക്കുക, കോടിയേരി ബാലകൃഷ്ണനെ കാണുക, MV ഗോവിന്ദൻ മാഷിനെ കാണുക, ജില്ലാ കമ്മിറ്റിയെ കാണുക, ഏരിയ കമ്മിറ്റിയെ കാണുക, ആരെ കണ്ടിട്ടും ഒരു ഫലവുമില്ലാതെ വന്നപ്പോഴാണ് അദ്ദേഹം ചാനലുകളിൽ ഇത് പറയാൻ തുടങ്ങിയത്. ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകവും കൂടി വരുന്നുണ്ട്. ആ പുസ്തകം ഇറക്കരുതെന്ന് ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ചെന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും ആ പുസ്തകം ഇറങ്ങാൻ പോകുന്നു. അത് സ്വന്തമായി പ്രിന്റ് ചെയ്യുന്നതും പബ്ലിഷ് ചെയ്യുന്നതും എല്ലാം ഈ കുഞ്ഞികൃഷ്ണൻ തന്നെയാണ്. അതിഗുരുതരമായ ബോംബായിരിക്കും, ഭൂതമായിരിക്കും അതിലൂടെ, ആ പുസ്തകത്തിലൂടെ പൊട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്തായാലും രക്തസാക്ഷി മണ്ഡപത്തിന് വേണ്ടിയും രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ച പണം ഏതെങ്കിലും പാർട്ടി നേതാക്കൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ച് സഹിക്കാവുന്നതല്ല. പക്ഷെ അതിനേക്കാൾ വലിയ പ്രശ്നം പാർട്ടിയെ ഒറ്റുന്നവനെ, പാർട്ടിയുടെ എതിരാളികൾക്ക് കോടാലിയാകുന്നവനെ, പാർട്ടിയുടെ എതിരിൽ നിൽക്കുന്ന ശക്തികൾക്ക്, അത് കോൺഗ്രസ് ആയാലും BJP ആയാലും മാധ്യമങ്ങളായാലും, അവർക്ക് വിവരങ്ങൾ ചോർത്തിക്കൊടുത്ത് പാർട്ടിയെ ഒറ്റുന്നവനെ ഒറ്റുകാരനായി തന്നെ കാണും. നീ ഒരു ഒറ്റുകാരനാണ്, നിനക്കിനി കുരിശേ ഉള്ളു മാർഗം എന്നുള്ള രീതിയിൽ ഒരുപാട് പോസ്റ്ററുകൾ, ഫ്ലെക്സുകൾ എല്ലാം കുലംകുത്തിയും പരനാറിയും എന്ന് പറയുന്ന നീ വർഗവഞ്ചകനാണ്. ഇതാണ് വർഗവഞ്ചന. ഐഷാപോറ്റി ചെയ്തതോ അല്ലെങ്കിൽ രാജേന്ദ്രൻ ചെയ്തതോ ഒന്നുമല്ല. ഇതാണ് യഥാർത്ഥ വർഗവഞ്ചന. അകത്ത് നിന്നുകൊണ്ട് പാർട്ടിയെ കുത്തുന്ന നിലയിൽ, പാർട്ടിയെ ഒറ്റുകൊടുക്കുന്ന നിലയിൽ, പാർട്ടിയെ എതിരാളികൾക്ക് കോടാലിയാകുന്ന നിലയിൽ, എതിരാളികൾക്ക് പാർട്ടിയെ കൊല്ലാനും വിമർശിക്കാനും തല്ലാനുമുള്ള നിലയിൽ പാർട്ടിയെ ഇട്ടുകൊടുത്തു തെരുവിലേക്ക് എന്നുള്ള അതീവ ഗുരുതരമായ ഒരാരോപണമാണ് കുഞ്ഞികൃഷ്ണനും നേരെ പാർട്ടി ഉയർത്തുന്നത്. അപ്പോഴും കുഞ്ഞികൃഷ്ണൻ പറയുന്നു, ഞാൻ ഒരു പാർട്ടിയിലേക്കുമില്ല, ഒരു പാർട്ടിക്കാരും എന്നെ വന്ന് കാണുകയും വേണ്ട, ഒരു ചർച്ചയെ നടത്തരുത്, ഞാൻ ഇതിനകത്ത് തന്നെ നിൽക്കും, ഒരുപക്ഷെ എന്നെ അവർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയേക്കാം. അപ്പോഴും താങ്കളുടെ ജീവന് ഭീഷണി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിപ്പോൾ പറയാനാകില്ല എന്നാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. അപ്പോൾ അതും നമുക്ക് പറയാനാകില്ല. കാരണം അത്രമാത്രം ബുദ്ധിമുട്ട്, വേദന, പ്രയാസം സാധാരണ കമ്മ്യൂണിസ്റ്റുകാരന് ഉണ്ടായിരിക്കും. തെറ്റ് ചെയ്താലും എന്ത് കുഴപ്പം കാണിച്ചാലും പാർട്ടി എന്ന് പറയുന്ന ഒരു വികാരമാണ്. പാർട്ടി പ്രവർത്തനം സംബന്ധിച്ചിടത്തോളം ഈ ഗഞ്ചാവൊക്കെ അടിച്ച് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളൊക്കെ കഴിച്ച് വല്ലാതെ വികാരപ്പെട്ട് നിൽക്കുന്നവരെ, മദ്യത്തിന് നന്നായി അടിമപ്പെട്ട് നിൽക്കുന്ന ഒരാളിനെ നമുക്ക് ആദ്യം നിന്ന് മോചിതനാക്കാനൊന്നും പറ്റത്തില്ല. അതിനേക്കാളൊക്കെ വലിയ തോതിൽ രക്തത്തിലും ശരീരത്തിലും മജ്ജയിലും മാംസത്തിലും ബുദ്ധിയിലും ശക്തിയിലും ഹൃദയത്തിലും സകല സ്ഥലത്തും ഈ ചുവപ്പിൻ്റെ കൂടെ മറ്റൊരു ചുവന്ന രക്തത്തിലൂടെ മറ്റൊരു ചുവപ്പും കൂടി ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ഈ പറയുന്ന പാർട്ടി കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്നൊരു ചുവപ്പ്. അത് തലയ്ക്ക് പിടിച്ച് നിൽക്കുന്നവർക്ക് ഒരു കാരണവശാലും പൊറുക്കാവുന്നതേ അല്ല ഈ കുഞ്ഞികൃഷ്ണൻ്റെ പ്രവൃത്തി. അതുകൊണ്ട് തന്നെ മധുസൂദനെതിരെ വന്നിട്ടുള്ള ആരോപണം പരിശോധിച്ചതാണ്, നടപടിയെടുത്തതാണ്. എന്തിനാണ് വീണ്ടും അത് ഇലക്ഷൻ്റെ 3-ാം നാൾ, ഇലക്ഷന് വളരെ നാളുകൾ ഉള്ളപ്പോൾ പൊത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് ചാനലുകളിൽ ബൈറ്റ് കൊടുക്കുകയും എക്സ്ക്ലൂസീവായി ഇൻ്റർവ്യൂ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞികൃഷ്ണന് വേറെ അജണ്ട ഉണ്ട് എന്നാണ്. കുഞ്ഞികൃഷ്ണന് പുതിയൊരു അജണ്ട, പാർട്ടിയെ ഒറ്റുകൊടുക്കുക, പാർട്ടിയെ അവമതിപ്പുണ്ടാക്കുക, പാർട്ടിക്കാരിൽ അവമതിപ്പുണ്ടാക്കുക, പൊതുസമൂഹത്തിൽ നിന്ന് എന്തെങ്കിലും സാധ്യത ജയിക്കാനുണ്ടെങ്കിൽ, അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ജയിക്കാൻ എന്തെങ്കിലും സാധ്യത LDF-നുണ്ടെങ്കിൽ ആ സാധ്യത ഇല്ലാതാക്കുക എന്നുള്ള
എതിരാളികളുടെ വായിലെ കോടാലിയായിട്ടാണ് കുഞ്ഞികൃഷ്ണൻ പ്രവർത്തിക്കുന്നു എന്നുള്ള അതിശക്തമായിട്ടുള്ള വിമർശനമാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും പിന്നെ മുൻ ജില്ലാ സെക്രട്ടറിയും ഒക്കെ ചെയ്തിരിക്കുന്നത്. KK രാഗേഷിന് ഇദ്ദേഹത്തെ കുറ്റം പറയുന്നതിന് പരിമിതിയുണ്ട് ആയിരിക്കാം, ചെറുപ്പക്കാരനുണ്ടായിരിക്കാം. അടുത്ത MV ജയരാജനെ ഇറക്കി, മുൻ ജില്ലാ സെക്രട്ടറിയെ ഇറക്കി പ്രതിരോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യാപകമായി ഫ്ലെക്സ് വെച്ചിരിക്കുന്നു, ബോർഡ് വെച്ചിരിക്കുന്നു. കുഞ്ഞികൃഷ്ണന്റെ ആയുസ്സിനി എത്ര ദിവസം? അദ്ദേഹം വീട്ടിലുണ്ടാകുമോ? അദ്ദേഹത്തിന് ഇരുട്ടടി കിട്ടുമോ? അദ്ദേഹത്തിന് വീട്ടിന് ആക്രമണം ഉണ്ടാക്കുമോ? എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവന് സംഭവിക്കുക? ഇനി പുസ്തകം ഇറങ്ങിയാൽ ആ മുഴുവൻ പുസ്തകവും വാങ്ങി കത്തിച്ചു കളയുമോ? അത് നശിപ്പിക്കുമോ? എന്താണ് സംഭവിക്കുക എന്നറിയില്ല. കാരണം ഒരു വശത്ത് കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നൊരു വ്യക്തിയും മറുവശത്ത് വലിയ ഇരുമ്പുരുക്ക് പോലെ ചിന്തിക്കുന്ന, ഇരുമ്പറ പോലെ ചിന്തിക്കുന്ന, അവിടെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന, അകത്ത് ചോദ്യം ചെയ്യണമെങ്കിൽ അകത്ത് പറഞ്ഞോളൂ, പുറത്തൊരു കാരണവശാലും പറയാൻ പാടില്ല. അകത്ത് പറഞ്ഞ നടപടി ഉണ്ടായാലും ഇല്ലെങ്കിലും അകത്ത് തീർത്തുകൊള്ളണം, അത് പുറത്തേക്ക് പോകരുത് എന്ന് ചിന്തിക്കുകയും അതിനു വേണ്ടി ഇരുമ്പ് മൊറാക്ക്, ജയിലറയേക്കാൾ പൊക്കത്തിൽ ഇരുമ്പ് മതിലുകൾ കെട്ടിയിരിക്കുന്ന, മുൾമതിൽ കെട്ടിയിരിക്കുന്ന ഒരു പാർട്ടിക്കകത്ത് നിന്നാണ് ഒരു കുഞ്ഞികൃഷ്ണൻ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ വിധി വൈപരീത്യം എന്ന് പറയുന്നത്, കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത്, ഓരോ കാലഘട്ടത്തിലും ഗൗരിയമ്മയുടെ നേതൃത്വത്തിൽ, MB രാഘവന്റെ രൂപത്തിൽ, അതുപോലെ തന്നെ പിന്നെ പല ആളുകൾ, പിന്നെ TP ചന്ദ്രശേഖരന്റെ രൂപത്തിൽ, പല രൂപത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇതുപോലെ കാലാകാലങ്ങളിൽ പലരും പുറത്തു വന്നിട്ടുണ്ട്. ചില പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, ചിലർ രക്തസാക്ഷികളായിട്ടുണ്ട്. TP ചന്ദ്രശേഖരനാണെങ്കിൽ പാർട്ടി ഉണ്ടാക്കിയെങ്കിലും അദ്ദേഹത്തിന് അകാലത്തിൽ മൃത്യു വരിക്കേണ്ടി വന്നു. അങ്ങനെ പല രൂപത്തിൽ പോയിട്ടുണ്ട്. അപ്പോഴും പാർട്ടിക്കൊരു പോറൽ മേൽക്കില്ല എന്ന് CPM പറയുമ്പോഴും അകത്തു നിൽക്കുന്ന അണികളെ എങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും? ഈ കാര്യങ്ങളിൽ എങ്ങനെയാണ് അണികളിൽ കൂടുതൽ ഉറപ്പുവരുത്തി പാർട്ടിക്കകത്ത് നിർത്താൻ കഴിയുക? കുഞ്ഞികൃഷ്ണൻ എഫക്റ്റ് എന്തുമാത്രം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും തിരിച്ചറിയില്ല. എന്തായാലും CPM പേടിക്കുന്നത് പോലെ ഈ ആഭ്യന്തര കലാപം സംസ്ഥാനത്താകെ വ്യാപിക്കുമോ? ഇതൊരു തുടക്കമായി കണ്ണൂരിൽ നിന്ന് വരുമോ? എന്തായാലും ഒരു ഒന്നൊന്നര ധൈര്യം, ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആത്മധൈര്യവും ഉൾക്കരുത്തുമുള്ള ഒരാളിന് മാത്രമേ ഇങ്ങനെ അകത്തായാലും പുറത്തായാലും കാര്യങ്ങൾ നിശിതമായി ആത്മപരിശോധന നടത്തി സ്വയം വിമർശനപരമായും മറ്റുള്ളവരെ സഖാക്കളെ തിരുത്തിക്കുന്നുള്ള വിമർശനപരമായും പറയണമെങ്കിൽ അതിനൊരു ഒന്നൊന്നര കരുത്ത് വേണം. സ്വന്തം ജീവൻ നോക്കാതെ, കുടുംബം നോക്കാതെ, ഒന്നും നോക്കാതെ ഇങ്ങനെ പറയുന്നുവെങ്കിൽ അദ്ദേഹം അതൊരു വല്ലാത്ത ശക്തി തന്നെയാണ് അദ്ദേഹത്തിനത് പറയുന്നത്. അദ്ദേഹം പറയുന്നത് വെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അദ്ദേഹം പറയുന്നു, ഞാൻ ഒരു പാർട്ടിയെയും മോശമാക്കാനില്ല, എൻ്റെ പാർട്ടിയെ ശുദ്ധീകരിക്കാനാണ്.